ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എമ്മിയുടെ 2.5 മാസത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോയി ആക്കി വാക്സിൻ എടുത്ത് തിരിച്ച് വന്നിട്ട് വേണം വാപ്പയ്ക്ക് ഷോപ്പിൽ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കും ബ്ലോക്കും ആയിരുന്നു കേട്ടോ. തുറവൂർ രാവിലെ ടൈമാണല്ലോ, എല്ലാവരും വർക്കിന് പോകുന്ന ടൈമും സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമാണല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്ക്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടോക്കൺ എടുക്കണം നമുക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി നിന്നിട്ട്, അപ്പോൾ ആ ടൈമിൽ കൊച്ചിനെ ഞാൻ ഉമ്മീടയിൽ കൊടുത്തേക്കായിരുന്നു കേട്ടോ. കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൽ നിൽക്കണ്ട, പക്ഷേ എനിക്കൊരു പേടി, അവിടെ എല്ലാവരും പനിക്കാരൊക്കെയാണല്ലോ, അപ്പോൾ അതാണ് കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടോക്കണൊക്കെ ഞാൻ എടുത്തത് ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മയും കുഞ്ഞും ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിടത്താണ്. അങ്ങനെ വെയിറ്റ് എല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമലാണ്. അപ്പോൾ എനിക്ക് ഇതിലോട്ട് കിടത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അത് നോർമൽ ഒരു വെയിറ്റിംഗ് മെഷീൻ പോലെയല്ല, അതിൻ്റെ ആ കിടത്തണ ഏരിയ വന്നിട്ട് ഇങ്ങനെ ഒരു പൊങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നോക്കണത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ കിടന്നു ഇപ്രാവശ്യം പോയപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ മീനൊക്കെ എടുത്ത് ഇനിയും കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവർക്ക് സിസ്റ്റത്തിലൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. പിന്നെ ഇങ്ങനെ ചോദിക്കാമായിരുന്നു കേട്ടോ, കണ്ണിൻ്റെ ചെവിയുടെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്കതെല്ലാം കോട്ടയത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെവിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോഴും ഓരോന്ന് കാണിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണില്ലേ, അപ്പോൾ വേറെ ചെയ്യണം എന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി അടുത്ത ഇഞ്ചക്ഷനുള്ള ഡേറ്റൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, അതിന് മുന്നേ അവർ ഇതെല്ലാം ഇട്ട് തരും. അപ്പോൾ അത് ഇവിടെ വേറൊരാളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. തീരെ കുഞ്ഞതാണ്. ഞാൻ വിചാരിച്ച എമീനയിലും ചെറുതായിരിക്കുന്നു, പക്ഷേ എമീനയിൽ 1 മാസത്തിന് മൂത്താണ്. 3.5 മാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാൻ ആദ്യം എമീനോട് ഇതേ കുഞ്ഞാവാന്നൊക്കെ പറഞ്ഞു, പിന്നെയാണ് പറഞ്ഞതില്ല 3.5 മാസത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസൊക്കെ സിസ്റ്റത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊടുത്തിങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ റൂമിൽ വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ. അപ്പോൾ ബാക്കി വാക്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കാൻ കേട്ടോ, ഓരോ വാക്സിൻ വരുമ്പോഴും എത്ര ഇഞ്ചക്ഷൻ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് വേഗം പോകാൻ, എന്നിട്ട് വാപ്പിക്ക് കടയിൽ പോകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്ന്, ഈ ചെറിയ പിള്ളേരുടെ തന്നെ അല്ലല്ലോ, 5 വയസ്സുള്ളവരുടെയും 10 വയസ്സുള്ളവരുടെയൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് കുത്തും കൊണ്ടിട്ട് ഇരിക്കാനായിട്ട്. അത് ഈ ആൾക്കുണ്ടാവും, ഒരു 9 മാസമുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ. 4 ഇഞ്ചക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ള സങ്കടം മുഖമായിട്ട് ഇരിക്കണേന്. എമി കുത്തണേന് മുന്നേ തന്നെ ഇച്ചിരി അലമ്പാവി തുടങ്ങിയായിരുന്നു. പിന്നെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളൊന്ന് ഉഷാറായി. പിന്നെ ഇത് എമീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കയറണേന് കേട്ടോ. പിന്നെ അവർ ഡോറ് ക്ലോസ് ചെയ്യും, എടുപ്പിക്കുമോ എന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് അലോഡ് ഇല്ലാതെ എടുക്കണമെന്നും ശരിയല്ലല്ലോ. അപ്പോൾ അത് കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒന്ന് ഇറക്കുന്ന ടൈമിലൊന്ന് ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വിഷ്വൽസാണ് കേട്ടോ ഇത്. അപ്പോൾ എമ്മിയുടെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഫീഡെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഒന്ന് ഉറങ്ങിയതായിരുന്നു. ലിഫ്റ്റിലോട്ട് കയറിയപ്പോഴത്തേക്ക് ആൾ പിന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. പാവം തോന്നി കണ്ടപ്പോഴത്തേക്ക്. നല്ല കരച്ചിലായിരുന്നു ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത്. പിന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കരച്ചിലൊക്കെ ഒന്ന് മാറി ഒന്നത് ഇങ്ങനെ കിടക്കണേൻ്റെ ഒരു ക്ഷീണം പോലെയൊക്കെ കരഞ്ഞതിൻ്റെ ഇരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളോട് മെഡിസിനും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റാമോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എമ്മിയുടെ വൈറ്റമിൻ്റെ ഡ്രോപ്സ് തീർന്നിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് മെഡിക്കൽ ഷോപ്പിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തുറവൂർ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് വന്ന ബിൽഡിങ്. ഓപ്പൺ ആയിട്ടില്ല, ഉടനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പണിയൊക്കെ കഴിഞ്ഞ് കിടക്കണേങ്ങാണ്ടാണ്. അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോകുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ. ഉറങ്ങിയിട്ടൊന്നും ഇല്ല, എല്ലാ കാഴ്ചയൊക്കെ കണ്ടൊക്കെ അങ്ങനെ ഇരിക്കണമായിരുന്നു. വീടെത്താനായപ്പോഴത്തേക്കും കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ടാണ്. ഇനി ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ വേദന ഉണ്ടാവും എന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെ വേഗം കൊണ്ടുവന്ന് കിടത്തിയേക്കാന്നും പറഞ്ഞങ്ങനെ നിൽക്കുവാണ് കാര്യം. എന്നിട്ട് വേണം കാലൊന്ന് പയ്യെ അനക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ മെഡിസിൻ ഒന്ന് സ്പ്രെഡ് ആവുമല്ലോ, അല്ലെങ്കിൽ അവിടെ കല്ലച്ച് കിടന്നാലാണ് വേദന കൂടണത്. അപ്പം അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും വേദന വരാനായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴാണ് വേദനയും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പനിയൊക്കെ വരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ കാലനക്കി കൊടുക്കുക. പിന്നെ അവർ തന്നെ താഴെ കിടത്തിയാൽ കാലനക്കിക്കോളൂല്ലോ. അപ്പോൾ എടുത്ത് പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടുത്ത് പിടിച്ചാൽ അവരങ്ങനെ കാലനക്കൂലല്ലോ. എമ്മി ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്